പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന്റെ ഗൂഢതന്ത്രങ്ങളെയും അധിനിവേശ മോഹങ്ങളെയും പ്രതിരോധിക്കുന്നതിൽ മുൻപന്തിയിലുള്ള രാജ്യമാണ് ഇറാൻ. ഇറാന്റെ ആഭ്യന്തര സുരക്ഷ തകർക്കാൻ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം രാജ്യവിരുദ്ധ നീക്കങ്ങളിൽ പങ്കാളിയാവുകയും ശത്രുരാജ്യത്തിന് തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്തി നൽകുകയും ചെയ്ത അലി അർദസ്താനി എന്ന ചാരനെ തൂക്കിലേറ്റിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാജ്യദ്രോഹികൾക്ക് ഇറാന്റെ മണ്ണിൽ സ്ഥാനമില്ലെന്ന കടുത്ത മുന്നറിയിപ്പാണ് ഈ വധശിക്ഷയിലൂടെ ഇറാൻ നൽകുന്നത്. ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അലി അർദസ്താനി മൊസാദിന്റെ ഒരു പ്രത്യേക ഓപ്പറേറ്റീവ് ഫോഴ്സായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഇറാന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും അപകടത്തിലാക്കുന്ന തരത്തിലുള്ള അതിരഹസ്യമായ വിവരങ്ങൾ ഇയാൾ ഇസ്രയേൽ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. കേവലം സാമ്പത്തിക ലാഭത്തിനുവേണ്ടിയും ആഡംബര ജീവിതം മോഹിച്ചുമാണ് ഇയാൾ സ്വന്തം മാതൃരാജ്യത്തെ ഒറ്റിക്കൊടുത്തത്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇസ്രയേൽ അർദസ്താനിയെ റിക്രൂട്ട് ചെയ്തത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി ഇയാളെ ബന്ധപ്പെട്ട മൊസാദ് ഏജന്റുകൾ പിടിക്കപ്പെടാതിരിക്കാൻ ക്രിപ്റ്റോ കറൻസികൾ വഴിയാണ് പ്രതിഫലം നൽകിയിരുന്നത്. പണത്തിനു പുറമെ $1 മില്യൺ പാരിതോഷികവും ബ്രിട്ടനിലേക്ക് വിസയുമായിരുന്നു ഇയാൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളുടെയും ആണവനിലയങ്ങളുടെയും ചിത്രങ്ങളും വീഡിയോകളും ഇയാൾ മൊസാദിന് കൈമാറിയതായി കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ ഗൗരവകരമായ കേസായതിനാൽ അർദസ്താനിയുടെ വിചാരണ വളരെ സൂക്ഷ്മമായാണ് നടന്നത്. ഇറാന്റെ പ്രാഥമിക കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും കൃത്യമായ നിയമ നടപടികളിലൂടെയാണ് കേസ് കടന്നുപോയത്. തന്റെ കുറ്റങ്ങൾ ഇയാൾ കോടതിക്ക് മുൻപാകെ സമ്മതിച്ചിട്ടുണ്ട്. വിദേശ ശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ കുറ്റവാളിക്ക് നൽകാൻ ഇറാൻ ഭരണകൂടം തയ്യാറായി. ഇറാന്റെ ആണവശാസ്ത്രജ്ഞരെ വധിക്കാനും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിൽ സൈബർ ആക്രമണങ്ങൾ നടത്താനും ഇസ്രയേൽ കാലങ്ങളായി ശ്രമിക്കുന്നുണ്ട്. 2025 ജൂണിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 1100ഓളം ഇറാൻ പൗരന്മാർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിൽ ഇറാന്റെ അഭിമാനമായ സൈനിക കമാൻഡർമാരും ശാസ്ത്രജ്ഞരും ഉൾപ്പെടുന്നു. ഈ ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ അർദസ്താനിയെപ്പോലെയുള്ള ചാരന്മാർ നൽകുന്ന വിവരങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇറാന്റെ കരുത്തരായ നേതാക്കളെയും ശാസ്ത്രജ്ഞരെയും ഇല്ലാതാക്കാനുള്ള സയനിസ്റ്റ് അജണ്ടയുടെ ഭാഗമായാണ് ഇത്തരം ചാരപ്രവർത്തനങ്ങൾ നടക്കുന്നത്. ജൂണിലെ യുദ്ധത്തിന് ശേഷം മാത്രം ചാരപ്രവർത്തനത്തിലേർപ്പെട്ട 12 പേരെയാണ് ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. ശത്രുരാജ്യങ്ങളുടെ ഏജന്റുകളായി പ്രവർത്തിക്കുന്നവർക്കും ഭീകരപ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവർക്കും കടുത്ത ശിക്ഷ നൽകുന്നതിലൂടെ ഇറാന്റെ സുരക്ഷാ കവചം കൂടുതൽ ശക്തമാകുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ഇറാന്റെ വധശിക്ഷയെ വിമർശിക്കാറുണ്ടെങ്കിലും രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഇത്തരം കർശനമായ നടപടികൾ അനിവാര്യമാണെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇസ്രയേലിന്റെ പ്രകോപനങ്ങൾക്ക് തക്കതായ മറുപടി നൽകാൻ ഇറാൻ എന്നും തയ്യാറാണ്. ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് പകരമായി ഇറാൻ നടത്തിയ മിസൈൽ വർഷത്തിൽ 28 ഇസ്രയേലികൾ കൊല്ലപ്പെട്ടിരുന്നു. ചാരന്മാരെ കണ്ടെത്തി തുരത്തുന്നതിനോടൊപ്പം തന്നെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളെ നേരിടാൻ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇറാൻ വികസിപ്പിച്ചിട്ടുണ്ട്. അലി അർദസ്താനിയുടെ വധശിക്ഷ കേവലം ഒരു വ്യക്തിയുടെ ശിക്ഷയല്ല, മറിച്ച് ഇറാന്റെ പരമാധികാരത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന ഏതൊരു ശക്തിക്കും നൽകുന്ന താക്കീതാണ്. മൊസാദിന്റെ ചാരവലകൾ തകർക്കാനും രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനും ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗം സജ്ജമാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും താൽപ്പര്യങ്ങൾക്ക് തടയിട്ടുകൊണ്ട് ഇറാൻ അതിന്റെ കരുത്ത് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. രാജ്യസ്നേഹവും സുരക്ഷയുമാണ് ഏറ്റവും പ്രധാനമെന്നും അതിന് വിഘാതം നിൽക്കുന്നവർക്ക് തൂക്കുമരം തന്നെയായിരിക്കും അന്ത്യമെന്നും ഈ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. രാജ്യസ്നേഹവും സുരക്ഷയുമാണ് ഏറ്റവും പ്രധാനമെന്നും അതിന് വിഘാതം നിൽക്കുന്നവർക്ക് തൂക്കുമരം തന്നെയായിരിക്കും അന്ത്യമെന്നും ഈ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.